ഹലോ ഗായ്സ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഹാഫ് അനീഷൻ്റെ വില്ല ഒരു ഡേയും അതുപോലെ തന്നെ ഹാഫ് എൻ്റെ വില്ല, അതായത് ഈ ശൈലത്തിൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പതിവ് പോലെ രാവിലെ എണീറ്റ് കുക്കിംഗ് പരിപാടിയിലോട്ട് കടന്നു. കാരണം അനീഷ് ചേട്ടന് രാവിലെ ജോലിക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുത്തുവിടാനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തോരത്തിനൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഇങ്ങനെ അരിഞ്ഞ് വറക്കി വയ്ക്കും. തേങ്ങയൊക്കെ തിരി വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. അപ്പോൾ തോരത്തിനൊക്കെ അടുപ്പിലിട്ടതിന് ശേഷം പിന്നെ ഞാൻ തലേ ദിവസം തന്നെ മീൻ വെച്ച് വയ്ക്കും കേട്ടോ. അതാകുമ്പോൾ രാവിലെ എണീച്ചൊന്ന് ചൂടാക്കിയാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം പുളിശ്ശേരി വയ്ക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. പുളിശ്ശേരി അല്ല കേട്ടോ, ഒഴിച്ചൂട്ടാനാണ് കേട്ടോ. അപ്പോൾ ഒരു യൂട്യൂബർ ഇങ്ങനെ വെള്ളത്തിന് പകരം തൈര് ഒഴിച്ചടിക്കാൻ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനമൊക്കെ കൈയുടനെ പേക്ക് ചെയ്ത് വയ്ക്കും കേട്ടോ. കാരണം അനീഷേട്ടനെ കൊണ്ടുപോകാനുള്ളത്. അനീഷേട്ടൻ കാപ്പി ആയാലും ചോറായാലും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ എൻ്റെ ഏകദേശമുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചോറ് വാർത്തിടാനുണ്ടായിരുന്നു. ഞാൻ തലേ ദിവസം കുക്കറിലിട്ട് വെച്ചേക്കും. അങ്ങനെ ചോറൊക്കെ വടിച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്യാനും കൂടെ കുറച്ച് മീൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അതൊക്കെ അങ്ങനെ ഫ്രൈ ചെയ്ത് ഏകദേശമുള്ള ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അനീഷേനെ എല്ലാം പാക്ക് ചെയ്ത് കൊടുത്ത് വിട്ടതിന് ശേഷം പിന്നെ ഞാൻ നേരെ ഫുഡ് അടിക്കാൻ പോയി. അത് കഴിഞ്ഞ് എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ അതൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. എപ്പോഴും എല്ലാ വ്ളോഗിലും കണ്ടിട്ട് നിങ്ങൾ മടുത്തായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് മാങ്ങയും മുളകും കൂടെ ഒന്ന് ഉപ്പിലിട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് ടു എൻ്റെ വർക്കിലോട്ട് കടന്നു. അങ്ങനെ രാവിലെയുള്ള എൻ്റെ വർക്കെല്ലാം ഒതുക്കിയതിന് ശേഷം പിന്നെ ഞാൻ ശ്രീശൈലത്തിലോട്ട് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ശ്രീശൈലത്തിൽ പോയിട്ട് കാണാം. ഞാൻ അങ്ങനെ 1 മണി കഴിഞ്ഞ ടൈമിൽ ശ്രീശൈലം എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മ നല്ല നെയ്മീൻ ഫ്രൈയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മമാർ വാരിത്തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എനിക്കിതുപോലെ അമ്മ വാരിത്തരുമ്പോൾ ഞാൻ കഴിക്കാത്ത കറി വരെ ഞാൻ കഴിക്കും കേട്ടോ. അത് മിക്കവരും അങ്ങനെ ആയിരിക്കും കേട്ടോ. എനിക്ക് തനിയെ വാരി കഴിക്കുന്നേക്കാളും ഇങ്ങനെ എൻ്റെ കല്യാണത്തിന് മുമ്പായാലും കല്യാണം കഴിഞ്ഞ ശേഷമായാലും ഞാൻ വീട്ടിൽ പോകുമ്പോൾ അമ്മയുടെ ഇങ്ങനെ കഴിക്കുന്ന അതൊരു പ്രത്യേകതയാണ്. ഞാൻ പിന്നെ തക്കിട്ടോം ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം അമ്മ നമുക്കിങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അൻവിക്കുട്ടി, അങ്ങനെ അൻവിക്കുട്ടിയുടെ ഐസ്ക്രീമൊക്കെ എനിക്കുണ്ടാകുന്ന അവൾ ഭയങ്കര ഷെയറിങ് മെൻറ്റാലിറ്റിയുള്ള കുട്ടിയാണ് കേട്ടോ. എല്ലാവർക്കും കൊടുക്കും. അത് കഴിഞ്ഞ ശേഷം എൻ്റെ അൻവിക്കുട്ടിയുടെയും കലാപരിപാടികളാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അങ്ങനെ അൻവിക്കുട്ടിയായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ പുറത്തോട്ടൊന്ന് ഇറങ്ങി. എനിക്കിട്ട് കുറച്ച് ഇതുപോലത്തെ നവരയിലയും തുളസിയിലൊക്കെ വേണമായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇതെല്ലാം ശരിക്കുണ്ട്. എൻ്റെ കിളിക്കുട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ചെടികൾ ഞാൻ അടിച്ച് മാറ്റുന്നുണ്ട്. എനിക്ക് ശ്രീശൈലത്തിൻ്റെ ഈ ഒരു ബാക്ക് വശം ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. കണ്ണിന് കുളിർമയേറുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്. കാഴ്ചകൾ മീൻസ് ഇതുപോലത്തെ കുറച്ച് കൃഷിത്തോട്ടമാണ് കേട്ടോ. തോട്ടം എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു ചെറിയൊരു കൃഷിത്തോട്ടമാണ് കേട്ടോ. പിന്നെ ഇതിലുള്ളൊരു കത്തിരിക്ക ഞാൻ ഇടയ്ക്ക് അവിടെ നിന്ന ടൈമിൽ ഇഴുക്ക് വരട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതുപോലെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ടൊരു പിങ്ക് കളറാണ്. നമുക്ക് നാച്ചുറലായിട്ട് ഇങ്ങനെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ നല്ലതാണല്ലോ. അങ്ങനെ അമ്മ എനിക്കും ചേച്ചിക്കും പിന്നെ അവർക്കും കൂടെ വേണ്ടി കുറച്ച് പറിച്ചെടുത്തു. ശ്രീശൈലത്തിൻ്റെ ബാക്ക് വശം പോലെ തന്നെ ഫ്രണ്ട് വശവും നല്ലൊരു വൈബാണ്. ബാക്ക് വശത്ത് കൃഷിയാണെങ്കിൽ ഫ്രണ്ട് വശത്ത് ഇതുപോലെ ഒരു പൂന്തോട്ടമാണ് കേട്ടോ. കളർഫുള്ളായിട്ടുള്ള ചെടികളും തുളസികളും എല്ലാം നിറഞ്ഞിരിക്കുന്നൊരു സ്പോട്ടാണ് കേട്ടോ. നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ് ശ്രീശൈലത്തിൻ്റെ ബാക്കായാലും ഫ്രണ്ടായാലും. ഇതെന്തോന്ന് റോസയാണ് ഇത്? ചെയിൻറ്റിൻ റോസാലയാണ്. കാലത്ത് വെള്ളപ്പൂവായിരിക്കും, പിന്നീട് പിങ്ക് കളറായിരിക്കും. പിന്നെ ഞാനും കൂടെ കുറച്ച് ചെടികളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ അൻവിക്കുട്ടിയും ഉണ്ട് കേട്ടോ. ഞാൻ എവിടെ തിരിഞ്ഞാലും എൻ്റെ പിറകെ ഒരാൾ കാണും. അതാണ് അൻവിക്കുട്ടി. കൊണ്ടുപോയി. അതെല്ലാം കഴിഞ്ഞ് അച്ചാമ്മയുടെ അവളുടെ ഒരു ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞ ശേഷം എൻ്റെ അൻവിക്കുട്ടിയുടെ ഡാൻസ് പെർഫോമൻസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ നിങ്ങൾക്ക് നമ്മളെല്ലാവരെയും വൈബ് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ എൻ്റെ അൻവിക്കുട്ടിയുടെ നൃത്ത കലാപരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അമ്മയോടും എൻ്റെ നാത്തൂനോടും പറഞ്ഞു ഒന്ന് അഭിനയിക്കാം. പക്ഷെ അവരിപ്പോൾ ജീവിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ അതിന് ശേഷം നമ്മളൊരു മാങ്ങയൊക്കെ കഴിച്ചു. അതിന് ശേഷം അമ്മ നമുക്കിങ്ങനെ പേരക്കയൊക്കെ അരിഞ്ഞിരുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോൾ ശ്രീശൈലത്തിൽ പോയാലും ഇതുപോലെ എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കും.
നമുക്ക് വേറെ പണിയൊന്നുമില്ല. അവിടെ ചെന്നാൽ എനിക്കും നത്തൂനായാലും ഫുൾ ടൈം തീറ്റി മാത്രമേ ഉള്ളൂ. ഇത് റോസാപ്പൂ അല്ലടാ അമ്മ. ഈ മാങ്ങ എന്തോ മാങ്ങയാണ്? കോട്ടൂക്കണം. അങ്ങനെ ഗൈസ് ഞാൻ ശ്രീശൈലത്തിൽ നിന്ന് തിരിച്ച് അനീഷേൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടൈം ഒരു 5-5:30 ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം ആ ടൈമിൽ എൻ്റെ പണിയെന്ന് വെച്ചാൽ മുറ്റടിക്കലാണ് കേട്ടോ. അപ്പോൾ ഇനി മുറ്റമൊക്കെ അടിച്ചിട്ട് കാണാം. അങ്ങനെ മുറ്റടിയും കുളിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്ക് ടു അടുക്കളയിലോട്ട് കയറി. കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിടണം, അതുപോലെ തന്നെ ചിക്കൻ കറി വയ്ക്കണം. ഞാനിതിൽ എങ്ങനെയാണ് ചിക്കൻ കറി വയ്ക്കണമെന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് കുക്കിംഗ് വീഡിയോ ആയിപ്പോൾ. അപ്പോൾ ചടപടേന്ന് എൻ്റെ ഒരു കുക്കിംഗ് പരിപാടി കഴിഞ്ഞു. ഇതാണ് ഗൈസ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. രാവിലെ ആണെങ്കിൽ നമുക്ക് സൂര്യൻ ഉച്ചത്ത് നിൽക്കുന്നെന്നെങ്കിലും വിചാരിക്കാം. ഇതിപ്പോൾ സൂര്യാസ്തമിച്ച് ചന്ദ്രൻ വന്നിട്ടും ചൂടിനൊരു കുറവുമില്ല. അങ്ങനെ എൻ്റെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ കഴിക്കാതിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇനി കഴിച്ചിട്ട് കാണാം. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് ഫ്രിഡ്ജിൽ എന്നെയും കാത്തൊരു ഐസ്ക്രീം ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ ഒരു ഐസ്ക്രീം കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഈ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.